എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം. എന്താ അത് ഫോഗിങ്ങിന്റെ സൗണ്ട് അല്ലേ കേൾക്കുന്നത്? ഇതെവിടെയാണ്? ഇവിടെ അടുത്തെവിടെയാണല്ലോ അത്. റോഡിൽ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ലൈവ് ഇടാന്ന് ഓർത്തത്, പക്ഷെ അത് ശരിയാക്കി വരുമ്പോഴത്തേക്ക് പോയി പോകുക. എവിടെയാണെന്ന് അറിയില്ലല്ലോ. ആ ഇടവഴിയിലാണോ? എല്ലായിടത്തും രോഗങ്ങളാണ്. എലിപ്പനി, ഷിഗല്ല, മലമ്പനി, എന്തൊക്കെ തരം പുതിയ പുതിയ പനികളൊക്കെ ഉണ്ട്. നമ്മൾ സ്വയം സൂക്ഷിക്കണം. എല്ലാം വൃത്തിയായിട്ടിരിക്കണം. ചളിവെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വന്ന് കാലൊക്കെ കയ്യൊന്ന് നല്ലപോലെ കഴുകുക, സോപ്പിട്ട് കഴുകുക. മുറിവൊക്കെ ഉള്ളവർ ചളിവെള്ളത്തിലൊക്കെ ഇറങ്ങാതിരിക്കുക. ധാരാളം കാര്യങ്ങളുണ്ട് അങ്ങനെ. എപ്പോഴും തിളപ്പിച്ച ആറ്റിയ വെള്ളം മാത്രം കുടിക്കുക. മാസ്ക് ധരിക്കുന്നത് നല്ലതാണ്. അതൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. ഈ പുക കൊണ്ട് വല്ല ദൂഷ്യമുണ്ടോ? എന്താണ് ഏതായാലും ബോധവൽക്കരണം ചെയ്യാൻ ഒരവസരം കൂടി എനിക്ക് കിട്ടി. ഫോഗിംഗ് ആണ്, ഫോഗിങ്. കൊതുകിനെ ഓടിക്കുന്ന ഫോഗിംഗ് ആണ് കാണുന്നത്. എല്ലായിടത്തും ഡെങ്കിപ്പനി പടർന്നതാണ്. ഇടവഴിയിലൊക്കെ പോയിട്ട് ഫോഗിങ് കണ്ടോ? ആഹാ, അതവിടെയാണ് സ്ഥാനം. അപ്പം ഈ വീട് ഇന്നലെ ആരോ അകത്ത് ചെയ്യണമെന്ന് പറയണേ കേട്ടു കേട്ടോ. കണ്ട, എല്ലാവരും ശ്രദ്ധിക്കേണ്ട. നമ്മൾ വീടുകളെല്ലാം പോക്കണില്ല. അപ്പം അതേ കോർപ്പറേഷൻ വന്ന് പോക്കണതാണ് ഈ കാണുന്നത്. സാമ്പ്രാണിയിട്ട് പോകണം, അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇലയിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഒന്നും അത്രയ്ക്ക് കാര്യമൊക്കണില്ല. എല്ലാവരും നമ്മൾ ചെടിയുണ്ടെന്ന് പറഞ്ഞ് ഈ ചെടി വളർത്താണ്ടിരിക്കാൻ പറ്റുമോ? കണ്ട, നമ്മുടെ വീട്ടിലൊന്നും വന്നില്ല. എല്ലാ വീട്ടിലും പോക്കുണ്ട്. അവിടെ പോയിച്ച് ഇവിടെ കിട്ടിക്കോളൂ കേട്ടോ. കണ്ടോ കണ്ടോ? ഇങ്ങനെ വീടുകളിൽ ഒരു ദിവസം പോയിച്ചിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇപ്രാവശ്യം വീടിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുവന്ന് പോക്കണുണ്ട്. വീടിൻ്റെ ഉള്ളിലല്ല, കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ. തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൻ്റെ കൂടി പെട്ടെന്ന് കുടിക്കാൻ വേണ്ടി തണുത്ത വെള്ളം ഒഴിക്കാതിരിക്കുക. നമ്മുടെ ഇങ്ങോട്ട് അവിടെയാണ്. ഓരോ വ്യക്തികളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോഗിങ് നടത്തിയെന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാതിരിക്കരുത്. സ്വയം സൂക്ഷിച്ചാൽ കൊള്ളാം. ഈ പുക നമുക്ക് ശ്വസിച്ചാൽ എങ്ങനെയാണ്? മാസ്ക് ധരിക്കണ നല്ല കേട്ടോ. ഏതായാലും കൊതുകൊക്കെ പോയി കിട്ടും. വിഷുവിനൊക്കെ കണ്ടിട്ടില്ലേ, പടക്കമൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും കൊതുക് കുറവായിരിക്കും. നല്ല മഴയാണെങ്കിൽ കൊതുക് വല ഉപയോഗിക്കാം. എല്ലാ വീട്ടിലും കൊണ്ടൊക്കെ ചപ്പുചവറുകൾ കൂട്ടിയിടാതിരിക്കാൻ ശ്രമിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഡ്രൈ ഡേ ആചരിക്കുക. എൻ്റെ വീട്ടിൽ വന്നില്ല കേട്ടോ. എന്താണ്, എല്ലായിടത്തും പോയി അവർ പോക്കണൊക്കെ ഉണ്ട്. സ്പെഷ്യൽ കെയർ. അലസമായി പലതും വലിച്ചെറിയാതിരിക്കുക. ലൈവ് ഇടാന്ന് ഓർത്തത്, പക്ഷെ ലൈവ് ഇട്ട് വരുമ്പോഴത്തേക്ക് സംഗതി പോയിക്കോ. ഈ പുക അലർജിയോ വല്ലതൊക്കെ വരുത്തുമോ? ദോഷമുള്ളതാണ്. ഫോഗിങ് കഴിഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ പോയി ടി വിയും കണ്ടിട്ടിരിക്കല്ലേ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതൊക്കെ ശ്രദ്ധിച്ചോളണം. അവരവർ ശ്രദ്ധിച്ചാൽ അവരവർക്ക് കൊള്ളാം. വ്യക്തി ശുചിത്വം അത്യാവശ്യമാണ്. എല്ലാ വീട്ടിലും ഉണ്ട്. പരിസര ശുചിത്വം കൂടി നോക്കണുണ്ട്. പണിയാന്ന് മനസ്സിലായില്ല കേട്ടോ. രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ അവിടെ വരുന്നുണ്ട് അങ്ങനെ? ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. സാധാരണ നമ്മളൊക്കെ തന്നെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കാറ്.
വൃത്തിയാക്കി. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ പോക്കണ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിക്കില്ല. പനിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് എല്ലാവർക്കും നോട്ടം. നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് വന്നുകൂടായില്ല ഒക്കെ കാര്യം പറയില്ലല്ലോ. ഇതൊക്കെ എപ്പോഴാണ് വന്ന് കയറി പിടിക്കണമെന്ന് കണ്ടോ. ഇതിങ്ങനെ ഈ വീടുകളിലൊക്കെ കയറി എന്താണെന്ന് മനസ്സിലായില്ല. വീട്ടുകാരൊന്നും ശ്രദ്ധിക്കില്ലേ, എല്ലാവരും കുറ്റവും പറഞ്ഞിട്ട് നടക്കും. അത്രേ ഉള്ളൂ. കൊതുക് വരുന്നും പറഞ്ഞാലും ചെടി വളർത്താണ്ടൊന്നും ഇരിക്കേണ്ട. ചെടിയൊക്കെ നമുക്ക് നല്ല ആരോഗ്യം തരുന്ന ഇവരുടെ കൂട്ടത്തിൽ പെട്ട് അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക, പ്രതലങ്ങൾ വൃത്തിയാക്കുക, സമയത്ത് ആഹാരം കഴിക്കുക, ഭക്ഷണ പദാർത്ഥങ്ങൾ തുറന്നു വയ്ക്കാതിരിക്കുക, വൈറ്റമിനുകളൊക്കെ അടങ്ങിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, തണുത്ത ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. മഴക്കാലത്ത് വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. മഴക്കാലം മനോഹരമാണ്. വളരെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമല്ലേ മഴക്കാലം. ചെടികൾക്കുമെല്ലാം വളരെ സന്തോഷം നൽകുന്ന അവസരമാണ്. നാം ഓരോരുത്തരും സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ട് സ്വയം ശ്രദ്ധിക്കുക. പൊതുവായി പറയുന്ന കാര്യങ്ങൾ ഞാനിവിടെ ഇടുന്നുണ്ട്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, അതുപോലെ ചെയ്യുക. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ, ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. എഴുതിയിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. എനിക്ക് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ ഓർക്കല്ലേ, എനിക്കും വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കുന്നതല്ലേ നമുക്കെല്ലാവർക്കും നല്ലത്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. വായനയോട് ഒന്നും താല്പര്യമില്ല എന്ന് തോന്നുന്നു അല്ലേ. തമാശയും അതും ഇതൊക്കെയാണ് ഇഷ്ടം. പക്ഷേ അസുഖം വരുമ്പോഴല്ലേ നമ്മൾ ഓരോരുത്തരും അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഇത് വായിക്കുക, ഇതിൽ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക. എനിക്കത്രയൊക്കെ പറയാനുള്ളൂ. എന്നാൽ പറ്റുന്നത് പോലെ ഞാൻ പറയുന്നതാണ്. ശ്രദ്ധിക്കുക. മഴക്കാലമാണ്, ഒന്നുകൂടി ആലോചിക്കുക. നമ്മളുടെ ആരോഗ്യം നമ്മുടെ കുടുംബത്തിൻ്റെ കൂടിയാണ്, രാജ്യത്തിൻ്റെ കൂടിയാണ്. എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. പ്രകൃതിയെ ഇഷ്ടപ്പെടുക. പ്രകൃതിയോടിണങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. എന്തിനാണ് ഈ പാഴ്ശ്രുതി മീട്ടുന്നതെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? കുപ്പുകയോടെ ലക്ഷ്മി ശിവു.